ഇനി നമുക്ക് 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. 6ാമത്തെ മോഡ്യൂൾ. ഓക്കെ, ദിസ് ഈസ് അവർ ലാസ്റ്റ് മോഡ്യൂൾ. അപ്പോൾ 5th മോഡ്യൂൾ 5ാമത്തെ മോഡ്യൂൾ മുതൽ നമ്മൾ 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് 4 മോഡ്യൂൾസിലും മൈക്രോ പ്രോസസ്സേഴ്സ് ആയിരുന്നു ഫോക്കസ് ചെയ്തത്. അതിനകത്ത് തന്നെ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ ഡീറ്റെയിൽസ് നോക്കി, ആർക്കിടെക്ചർ നോക്കി, മെമ്മറി ഓർഗനൈസേഷൻ നോക്കി, പിന്നെ പ്രോഗ്രാമിംഗ് സൈഡിൽ സെക്കൻഡ് മോഡ്യൂൾ 8086ൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി, പ്രോഗ്രാമിംഗ് പാർട്ട് ഓഫ് 8086 മൈക്രോ പ്രോസസ്സർ. പിന്നെ കുറേ ഇൻ്റർഫേസിങ് ഡിവൈസസ് ഒക്കെ ആയിരുന്നു നോക്കിയത്. ബിക്കോസ് മൈക്രോ പ്രോസസ്സർ ഒരിക്കലും സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ല അല്ലേ. തീർച്ചയായിട്ടും അതിനകത്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള മറ്റ് ഡിവൈസസുമായിട്ട് ഇൻ്റർഫേസ് ചെയ്താൽ മാത്രമേ പ്രോസസ്സറിന് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും ഇൻ്റർഫേസിങ് ഡിവൈസസ് വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 5th മോഡ്യൂളിൽ നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് നോക്കി. ഒരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മൈക്രോ കൺട്രോളേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് that has to be that has to be monitored, or otherwise that has to be considered while you go for the selection of a microcontroller. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കി. പിന്നെ അതിനുശേഷം എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ 8051 മൈക്രോ കൺട്രോളർ ആയിരുന്നു പഠിച്ചിരുന്നത്. 8051 മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ, അതിനകത്ത് വരുന്ന മെമ്മറി ഓർഗനൈസേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. ഇനി നമുക്ക് മൈക്രോ പ്രോസസ്സറിൽ പഠിച്ചതുപോലെ പ്രോഗ്രാമിംഗ് സൈഡ് ഓഫ് മൈക്രോ കൺട്രോളർ നോക്കണം. ദാറ്റ് മീൻസ് പ്രോഗ്രാമിംഗ് സൈഡ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ. എല്ലാ മൈക്രോ കൺട്രോളേഴ്സിനും ഒരേ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരേ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ല. ഫോർ ഈച്ച് ആൻഡ് എവറി മൈക്രോ കൺട്രോളർ അവരുടേതായ രീതിയിലുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാംസ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും 8051ൻ്റെ അഡ്രസ്സിംഗ് മോഡ്സ് നോക്കാം. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ഓൺ ടു ദ ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഇസ് അഡ്രസ്സിംഗ് ഓർ അതർവൈസ് വാട്ട് ഇസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നൊക്കെ പഠിക്കുന്നതിന് മുന്നേ വി ഹാവ് ടു ഫോക്കസ് ഓൺ ആക്ച്വലി വാട്ട് ഇസ് എൻ ഇൻസ്ട്രക്ഷൻ. എന്താണ് ഇൻസ്ട്രക്ഷൻ? തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാംസ് എഴുതി കൊടുത്താൽ മാത്രമേ ഏതൊരു ഡിവൈസും വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ ബൈ ദെയർ ഓൺ അവർക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല അല്ലേ. അവർക്ക് തന്നെ ബുദ്ധിയോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശക്തിയോ ഐഡിയയോ ലോജിക്കോ ഒന്നുമില്ല. വാട്ട് എവർ വി കോഡ് ടു ദം ഇൻ ഫോം ഓഫ് പ്രോഗ്രാം, ബൈ ദാറ്റ് മീൻസ് ഓൺലി ദേ വിൽ ബി ഏബിൾ ടു എക്സിക്യൂട്ട് ഓർ ദേ വിൽ ബി ഏബിൾ ടു പെർഫോം വാട്ട് എവർ ദേ ഹാവ് ടു ഡു. ഓക്കെ, നമ്മളത് പ്രോഗ്രാംസിൻ്റെ സഹായത്തോടു കൂടി അവരെ പറഞ്ഞ് ഗൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന ഈച്ച് ആൻഡ് എവറി പ്രോഗ്രാം വിൽ ബി എംബഡഡ് വിത്ത് വേരിയസ് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ഒരുപാട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതി വെക്കുന്നത്. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഇറ്റ് ഇസ് കാറ്റഗറൈസ്ഡ് ഇൻ ടേംസ് ഓഫ് 2 തിങ്സ്. ദാറ്റ് മീൻസ് ഓപ്പ് കോഡ് പാർട്ടും ഓപ്പറൻറ്റ് പാർട്ടും ഉണ്ടാവും അല്ലേ. ഓപ്പ് കോഡ് പാർട്ടും ഉണ്ടാവും, ഓപ്പറൻറ്റ് പാർട്ടും ഉണ്ടാവും. ഈ ഓപ്പ് കോഡും ഓപ്പറൻറ്റും കാണുമ്പോഴാണ് അവർ വേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ന്യൂമോണിക് കോഡ് തൊട്ട് കൺവേർട്ട് ചെയ്ത് വാട്ട് എവർ ദേ ഹാവ് ടു ഡു ദേ വിൽ ബി ഡൂയിങ്. അല്ലാതെ ഈ പ്രോഗ്രാംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഹ്യൂമൻ ലാംഗ്വേജ്. ഈ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് നമുക്കറിയാവുന്ന ഭാഷയിലാണ് അല്ലേ. ഇൻസ്ട്രക്ഷൻസിൻ്റെ ഭാഷയിൽ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളിത് എഴുതി കൊടുക്കും. ഫോർ എക്സാമ്പിൾ മൂവ് A, B, മൂവ് A, B. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കിങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ പ്രോഗ്രാംസ്. അല്ലാതെ മെഷീന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂമോണിക് കോഡ്സ് വെച്ചൊന്നും നമുക്ക് പ്രോഗ്രാം എഴുതാൻ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ നമുക്കറിയാവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മുടേതായ ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ രൂപത്തിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇതിനെ എന്ത് ചെയ്യും? അഡ്രസ് ഡീകോഡേഴ്സും ഇൻസ്ട്രക്ഷൻ ഡീകോഡേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും? നമ്മൾ ഡീകോഡ് ചെയ്ത് ന്യൂമോണിക് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ കോഡ് കാണുമ്പോഴാണ് ആക്ച്വലി ദേ വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ വാട്ട് ദേ ഹാവ് ടു ഡു. ഓക്കെ, വാട്ട് ഈസ് ദെയർ പർപ്പസ് അല്ലെങ്കിൽ വാട്ട് ദേ ഹാവ് ടു ഡു ആക്ച്വലി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനനുസരിച്ചിട്ടാണ് അവർ ഓരോ സ്റ്റെപ്സ് ഓഫ് എക്സിക്യൂഷൻസും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് ഇസ് എൻ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രോഗ്രാമും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ വിൽ ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഓപ്പ് കോഡ്സ് ആൻഡ് ഓപ്പറൻറ്റ്. ഫോർ എക്സാമ്പിൾ മൂവ് A, B എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ മൂവ് A വരെ ഓപ്പ് കോഡാണ്, B ആണ് ഓപ്പറൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് മൂവ് A വരെ ഓപ്പ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് A എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കയറുമ്പോൾ, ദാറ്റ് മീൻസ് നമ്മുടെ പ്രോസസ്സറിലോട്ട് കയറുമ്പോൾ, മൈക്രോ കൺട്രോളറിലാണെങ്കിലും പ്രോസസ്സറിലോട്ടല്ലേ ഇത് കൊടുക്കുന്നത്. മൈക്രോ കൺട്രോളറിനകത്തും പ്രോസസ്സറുണ്ട്. അപ്പോൾ അതിനകത്തോട്ടാണ് ഈ പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് അതിന് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡീകോഡേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ന്യൂമോണിക് കോഡിലോട്ട് ഡീകോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനി ഹൗ ഈ മൂവ് A എന്ന് പറയുന്ന ഓപ്പ് കോഡ് പാർട്ട് കാണുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമോണിക് കോഡിലോട്ട് ഇവർ ഡീകോഡ് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മൂവ് Aയുടെ ന്യൂമോണിക് കോഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4F ആണെങ്കിൽ, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ആക്ച്വലി ദ ന്യൂമോണിക് കോഡ് ഫോർ മൂവ് A. ഞാൻ വെറുതെ പറയുവാണ്, ഒരു എക്സാമ്പിളായിട്ട് പറയുവാണ്. ഇഫ് ഇറ്റ് ഇസ് 4F എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഹെക്സാഡെസിമൽ വാല്യൂസ് ഒക്കെ ആയിരിക്കും ന്യൂമോണിക് കോഡ് വരുന്നത്. അപ്പോൾ ഈ 4F എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് കോഡ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ വി ഹാവ് ടു ദ പ്രോസസ്സർ ഹാസ് ടു മൂവ് സംതിങ് ടു മൂവ് A.
ഓക്കെ, they have to move something to the register എയിലോട്ട് എന്തോന്നോ മൂവ് ചെയ്യാനാണ് പ്രോഗ്രാമർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എവിടെ നിന്നിരിക്കുന്ന കണ്ടന്റ് മൂവ് ചെയ്യണം എന്നുള്ളത് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ പോയി നോക്കും. അപ്പോഴാണ് they will be able to find the operand B in ഇൻസ്ട്രക്ഷനിൽ ബി എന്ന് പറയുന്ന ഓപ്പറൻറ്റും കൂടി എഴുതിയിരിക്കുന്നതായിട്ട് പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ബിയിൽ പോയി സോഴ്സ് ഡേറ്റ എന്താണോ അത് എടുത്തുകൊണ്ട് വന്ന് ബിയിലോട്ട് കൊണ്ടുവയ്ക്കുന്നത്. ബിയിലുള്ളത് എന്താണ് അത് എയിലോട്ട് കൊണ്ടുവയ്ക്കുന്നത്. അല്ലാതെ മൂവ് എ കോമ ബി ഒറ്റയടിക്ക് അവർ റീഡ് ചെയ്തെടുക്കത്തില്ല. മൂവ് എ എന്ന് പറയുന്ന ഓപ്പ് കോഡ് വായിക്കുമ്പോൾ വായിക്കുന്നത് എങ്ങനെയാണ്, കൺവേർട്ടഡ് ന്യൂമോണിക് കോഡ് കാണുമ്പോഴാണ്, 4F എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ദേ ഹാവ് ടു ട്രാൻസ്ഫർ സംതിങ് ടു എ രജിസ്റ്റർ. ബട്ട് വാട്ട് ഈസ് ദ ആക്ച്വൽ ഡേറ്റ ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു എ രജിസ്റ്റർ എന്നുള്ളത് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ പോയി നോക്കുമ്പോൾ ദേ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ ബി രജിസ്റ്റർ ഇൻ ദ ഓപ്പറൻറ്റ് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. അന്നേരം ബിയിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് എയിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, ഇനി ഇതേ സമയം മൂവ് ബി കോമ എ ആണെങ്കിൽ, മൂവ് ബി കോമ എ എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഓപ്പ് കോഡ് പാർട്ട് ഏതാണ്, മൂവ് ബി ആണ്. അപ്പം മൂവ് ബിക്ക് ന്യൂമോണിക് കോഡ് 4F ആയിരിക്കില്ല. മൂവ് എന്ന് പറയുന്ന സെയിം ഇൻസ്ട്രക്ഷൻ ആണ് ഫസ്റ്റും സെക്കൻഡ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലും മൂവ് എയുടെ ന്യൂമോണിക് കോഡ് ആയിരിക്കത്തില്ല മൂവ് ബിയുടേത്. ഓക്കെ, ദ ന്യൂമോണിക് കോഡ് വിൽ ബി വേരിങ്. ഫോർ എക്സാമ്പിൾ 5E എന്ന് പറയുന്ന ന്യൂമോണിക് കോഡ് ആണെങ്കിൽ ആ 5E കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ദേ ഹാവ് ടു മൂവ് സംതിങ് ടു രജിസ്റ്റർ ബി. ഓക്കെ, സോ എവിടെ നിന്നുള്ള ഡേറ്റയാണ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് ബിയിൽ കൊണ്ടുവെക്കേണ്ടതെന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പിൽ പോയി നോക്കുമ്പോൾ അറ്റ് ദാറ്റ് ടൈം ദേ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ ഓപ്പറൻറ്റ് എ ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോഴാണ് എയിൽ നിന്നുള്ള ഡേറ്റ് എടുത്ത് ബി കൊണ്ടുവെക്കുന്നത്. ഓക്കെ, ഇത്രയും ജനറലായിട്ട് മനസ്സിലാക്കി വെച്ച് വയ്ക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷനും നമ്മൾ ഓപ്പ് കോഡും ഓപ്പറൻറ്റ് പാർട്ട് വെച്ച് ഡിഫൈൻ ചെയ്യും. അങ്ങനെയെങ്കിൽ ഹൗ ക്യാൻ യു ഡിഫൈൻ ദ അഡ്രസ്സിംഗ് മോഡ്സ്? ഏതൊരു ഇൻസ്ട്രക്ഷനെയും നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു അതാണ് എൻ്റെ അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ദ വേ യു ഗോയിങ് ടു അഡ്രസ് യുവർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദോസ് ഇൻസ്ട്രക്ഷൻ വിച്ച് ഇസ് ഹെൽപ്ഫുൾ ഫോർ റൈറ്റിംഗ് എ പ്രോഗ്രാം. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അഡ്രസ്സിംഗ് മോഡ്. ദ മോഡ് ഓർ ദ വേ ഇൻ വിച്ച് യു ഗോയിങ് ടു അഡ്രസ് യുവർ ഇൻസ്ട്രക്ഷൻ ഇസ് കോൾഡ് ആസ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അഡ്രസ്സിംഗ് മോഡ് ആസ് വെൽ ആസ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പർട്ടിക്കുലർ ഡിവൈസ് ഞാൻ ഉദ്ദേശിക്കും. കാരണം പ്രോസസ്സർ ആയാലും മൈക്രോ കൺട്രോളർ ആയാലും സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് അഡ്രസ്സിംഗ് മോഡ് ഡിഫൈൻ ചെയ്യാം? നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ നിങ്ങളുടെ ഓപ്പറൻസ് എവിടെ റിസൈഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ അഡ്രസ്സിംഗ് മോഡ് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്പറൻസിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റയെ എവിടെ വെച്ചുള്ള ഡേറ്റയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്രസ്സിംഗ് മോഡിനെ ഡിഫൈൻ ചെയ്യാം. അതായത് നിങ്ങളുടെ ഡേറ്റയെ നിങ്ങൾ എവിടെ നിന്നുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അഡ്രസ്സിംഗ് മോഡിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് 8086 മൈക്രോ പ്രോസസ്സർ നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് കുറേ പഠിച്ചു. ഓർമ്മയുണ്ടാവും, രജിസ്റ്റർ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് ഉണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇൻഡെക്സ് തന്നെ ബേസ് ഇൻഡെക്സ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഇൻ ദ കേസ് ഓഫ് 8086 നോക്കി. സോ പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ് 8086 അഡ്രസ്സിംഗ് മോഡ്സ് വിത്ത് ദാറ്റ് ഓഫ് 8051 അഡ്രസ്സിംഗ് മോഡ്സ്. ഒരു കാരണവശാലും കൺഫ്യൂസ് ആക്കരുത്. ദ തിങ് ഇസ് ദാറ്റ് ആദ്യമേ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8086 നമ്മൾ യൂസ് ചെയ്തിരുന്ന രജിസ്റ്റേഴ്സ് അതല്ല 8051 യൂസ് ചെയ്യുന്നത്. 8086 ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു, AX, BX, CX, DX. ഇതിനകത്ത് 16-bit രജിസ്റ്റേഴ്സായി 4 രജിസ്റ്റേഴ്സിനെയും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 8-bit രജിസ്റ്റേഴ്സുമായിട്ടും യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ലോവറും ഹയറുമായിട്ട് ALAH, BLBH ഇതൊക്കെയായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ജനറൽ പർപ്പസ് ആകാനുള്ള കാരണം എന്താണ്? ദ യൂസേഴ്സ് ഓർ ദ പ്രോഗ്രാമേഴ്സ് ആർ ഫ്രീ ടു ആക്സസ് സച്ച് രജിസ്റ്റേഴ്സ്. ഓക്കെ, അവരുടെ ഡേറ്റാസിനെ ഈ പറയുന്ന രജിസ്റ്റേഴ്സിൽ കൊണ്ടുവച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രോഗ്രാംസ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ അതേസമയം 8051 അങ്ങനെയല്ല, രജിസ്റ്റേഴ്സ് വ്യത്യാസമുണ്ട്. ഏതാ, CPU രജിസ്റ്റേഴ്സ് Aയും B മാത്രമേ ഉള്ളൂ. ഓക്കെ, വൈൽ വി സ്റ്റഡി ദ ആർക്കിടെക്ചർ ഓഫ് 8051 അന്നേരം തന്നെ ഞാൻ പറഞ്ഞു 2 CPU രജിസ്റ്റേഴ്സേ ഉള്ളൂ, Aയും Bയും. Aയുടെ സൈസ് 8-bit, Bയുടെ സൈസും 8-bit ആണ്. ഇനി അതേസമയം മറ്റ് 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, R0 മുതൽ R7 വരെ. ഓക്കെ, R0 മുതൽ R7 വരെ 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ രജിസ്റ്റർ ബാങ്കുകളിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. എത്ര രജിസ്റ്റർ ബാങ്കിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്? 4 രജിസ്റ്റർ ബാങ്ക്സിലായിട്ട് 32 രജിസ്റ്റേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി രജിസ്റ്റർ ഈസ് ഓഫ് സൈസ് 8-bit. ശ്രദ്ധിക്കുക, R0 എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ടെങ്കിൽ അത് 8-bit ആണ്, R1 8-bit ആണ്, R7 വരെ ഉള്ള രജിസ്റ്റേഴ്സും 8-bit ആണ്. ബട്ട് ദി തിങ് ഇസ് ദാറ്റ് നമുക്ക് 4 ബാങ്കുകളിലായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ബാങ്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏത് ബാങ്കിൽ R0 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് ബാങ്കിൽ R4 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നാച്ചുറലി അറൈസ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാറ്റസ് ബോർഡിൽ 3-ാമത്തെ 4-ാമത്തെ ബിറ്റ് എപ്പോഴും വെരിഫൈ ചെയ്യാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ
ഏത് രജിസ്റ്റർ ബാങ്കിൽ R4 ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി ഈ പറയുന്ന കൺസെപ്റ്റ് എല്ലാം നമ്മൾ ആർക്കിടെക്ചർ പഠിച്ച സമയത്ത് തന്നെ നോക്കിയ കാര്യമാണ്. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദറ്റ് കൺസെപ്റ്റ്. അപ്പോൾ എനി ഹൗ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051 പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 8086 രജിസ്റ്റേഴ്സ് വെച്ചിട്ട് ഈ അഡ്രസ്സിംഗ് മോഡ് എഴുതരുത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ആർ ആസ്കിംഗ് യു ടു റൈറ്റ് വാട്ട് ഇസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഓഫ് 8051, പ്ലീസ് ഡോണ്ട് റൈറ്റ് മൂവ് AL, BL. കാരണം എയിലും ബിയിലും രജിസ്റ്റേഴ്സ് ആണ്. മൂവ് AL, BL is actually an example of register addressing mode, but that is an example of addressing mode, register addressing mode in the case of 8086. 8086 register addressing mode ആണ് എന്ത്, മൂവ് AL, BL. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂവ് A, B. That is actually an example for addressing mode of 8051. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഓഫ് 8051 എക്സാമ്പിൾ ആണ്. അപ്പം ശ്രദ്ധിക്കുക, എപ്പോഴും അതാണ് നോട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ്. പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ കണ്ടന്റ് യു ആർ റൈറ്റിംഗ്, അതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വാട്ട് എക്സാമ്പിൾ യു ആർ ഗോയിങ് ടു റൈറ്റ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഓക്കെ, അപ്പം ഇഫ് ദേ ആർ ആസ്കിംഗ് യു ടു റൈറ്റ് വാട്ട് ഇസ് ദാറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051 ഓർ അതർവൈസ് ദാറ്റ് ഓഫ് 8086, തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യം എന്താണ്, എക്സാമ്പിളാണ്. ഈവൻ ഇഫ് ദേ ആർ നോട്ട് ആസ്കിംഗ് യു ടു റൈറ്റ് such things. ഓക്കെ, എക്സാമ്പിൾ എഴുതാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമ്പിൾ എഴുതണം, ബിക്കോസ് ദർ ഇസ് സെപ്പറേറ്റ് മാർക്സ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, അവർ ആവശ്യപ്പെട്ടില്ല എന്ന് വരും എന്ന് വെച്ചിട്ട് നിങ്ങൾ എഴുതാതിരിക്കരുത്, എക്സാമ്പിൾ എഴുതണം. സോ ആക്ച്വലി വാട്ട് യു ആർ ഗോയിങ് ടു റൈറ്റ് ഇൻ ദ എക്സ്പ്ലനേഷൻ പാർട്ട് ഓഫ് സച്ച് ക്വസ്റ്റ്യൻ, അതല്ല അവർ നോക്കുന്നത്, എക്സാമ്പിളോട്ട് പോയി നോക്കും. അപ്പം നിങ്ങൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എഴുതുമ്പോൾ മൂവ് AL, BL ഇൻ ടേംസ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഓഫ് 8051 എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി അവർക്ക് മനസ്സിലാവും, ഈ ക്വസ്റ്റിന് ഏതൊക്കെ രജിസ്റ്റേഴ്സ് 8051 ഉണ്ടെന്ന് പോലും അറിയത്തില്ല. പിന്നെ വാട്ട് എവർ യു റൈറ്റ് ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എംഫസൈസ്ഡ് ഇൻ മച്ച് മോർ ഡെപ്ത്. മനസ്സിലായോ? ഓക്കെ, അപ്പം അവർക്കത് മനസ്സിലാവും, രജിസ്റ്റർ ചെയ്തൊന്നും പോലും അറിയത്തില്ല. അല്ലെങ്കിൽ മൂവ് A, B കഴിഞ്ഞാൽ അപ്പോഴേ അവർക്ക് മാർക്ക് മനസ്സിലാവും. ഓക്കെ, ആക്ച്വലി ദ പേഴ്സൺ ഹു എവർ ഹാസ് റിട്ടൺ ദ എക്സാമിനേഷൻ നോസ് എ ബേസിക് കൺസെപ്റ്റ്, രജിസ്റ്റേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നെങ്കിലും അറിയാം. അപ്പോൾ മൂവ് A, B നാച്ചുറലി ഇറ്റ് ഇസ് കറക്റ്റ് ആൻസർ, ആൻഡ് ഹി നോസ് വാട്ട് എവർ ഇസ് ദ രജിസ്റ്റേഴ്സ് വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ ദാറ്റ് മൈക്രോ കൺട്രോളർ 8051. അപ്പം നാച്ചുറലി മാർക്ക് വീഴും. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സാമ്പിൾസ് എഴുതാൻ വിട്ടുപോകരുത്. എക്സാമ്പിൾസ് എഴുതുമ്പോൾ നമ്മൾ ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ എഴുതുന്നത്, അഡ്രസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡേറ്റ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നോർമലി യു ക്യാൻ സ്കോർ മാർക്സ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് തീർച്ചയായിട്ടും ചോദിക്കും. പൊതുവേ ആസ് എ ഹോൾ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ചിലപ്പം ഏതെങ്കിലും 2 അഡ്രസ്സിംഗ് മോഡ്സ് മാത്രമായിട്ടായിരിക്കാം ചോദിക്കുന്നത്. ആസ് എ ഹോൾ ചോദിച്ചാലും വി ആർ ഒബ്ലിഗഡ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പം നമുക്ക് ഏതൊക്കെ അഡ്രസ്സിംഗ് മോഡ്സിന് 8051 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് 8086 കുറേയൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. രജിസ്റ്റർ ഉണ്ട്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇമ്മീഡിയറ്റ്, റിലേറ്റീവ്, ആബ്സല്യൂട്ട് ലോങ് ആൻഡ് ഇൻഡെക്സ്ഡ്. ഈ റിലേറ്റീവ്, ആബ്സല്യൂട്ട് ലോങ് ഇറ്റ് ഈസ് ഹാവിങ് സിമിലർ മീനിങ് വിത്ത് മൈനർ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 3. മൂന്നും ഏകദേശം സെയിം കൺസെപ്റ്റാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ അവസാനം വരുന്നത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം തന്നെ നോക്കാം. വാട്ട് ഇസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്? തീർച്ചയായിട്ടും whatever data, or otherwise if you're finding an instruction, ആ ഇൻസ്ട്രക്ഷനിലെ ഡേറ്റ മിക്കവാറും റിസൈഡ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? രജിസ്റ്റേഴ്സിലായിരിക്കും ഈ ഡേറ്റകൾ റിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എക്സാമ്പിളായിട്ട് എഴുതാം? മൂവ് A, B എഴുതാം, അല്ലെങ്കിൽ മൂവ് A, R5 എന്ന് എഴുതാം. R5 എന്താണ്? തീർച്ചയായിട്ടും രജിസ്റ്റർ ആണ്, അല്ലേ? ഏത് ബാങ്കിലാണെന്ന് മാത്രമേ കൺഫ്യൂഷൻ വരുന്നുള്ളൂ. ആ കൺഫ്യൂഷൻ തീർച്ചയായിട്ടും അവരെങ്ങനെ സോൾവ് ചെയ്തോളും? ബൈ റെഫറിങ് ടു ദ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് അല്ല 3ാമത്തെയും 4ാമത്തെയും ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രജിസ്റ്റർ ബാങ്കിൽ പെർട്ടിക്കുലർ രജിസ്റ്ററാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനി ഹൗ ഇഫ് ദ രജിസ്റ്റേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ, ദെൻ യു ക്യാൻ ടേം ദാറ്റ് പെർട്ടിക്കുലർ അഡ്രസ്സിംഗ് മോഡ് ആസ് എ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ഞാൻ പറയട്ടെ, അഡ്രസ്സിംഗ് മോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ മാത്രം എഴുതി നിങ്ങൾ റിട്ടേൺ ആവരുത്. എന്താ കണ്ടന്റ് എഴുതണം. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല മാർക്സിൻ്റെ വെയിറ്റേജും ഉണ്ടാവും. ഓക്കെ, പിന്നെ സെക്കൻഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദ മെമ്മറി ലൊക്കേഷൻ ഇൻ വിച്ച് ദ ഡേറ്റ ഇസ് റിസൈഡിങ്, ഓർ അതർവൈസ് ദ ഡേറ്റ ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ്. മനസ്സിലായോ? സോഴ്സോ ഡെസ്റ്റിനേഷനോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂവ് A, B കണ്ടു കഴിഞ്ഞാൽ മീനിങ് എന്താ? ദ വാട്ട് എവർ കണ്ടന്റ് ഇസ് റിസൈഡിങ് ഇൻ B, ഓക്കെ, B രജിസ്റ്റർ, ദ കോപ്പി ഓഫ് ദാറ്റ് കണ്ടന്റ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു A രജിസ്റ്റർ, അല്ലേ? ഓക്കെ, അങ്ങനെയല്ലേ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഡെസ്റ്റിനേഷൻ പിന്നെ സോഴ്സ് വരും, അങ്ങനെയാണ്. അപ്പം മൂവ് A, B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിലുള്ള എന്താണോ കണ്ടന്റ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു കോപ്പി. വി ആർ നോട്ട് കട്ട് ആൻഡ് പേസ്റ്റിംഗ് ഇറ്റ്, വി ആർ കോപ്പിങ് ആൻഡ് പേസ്റ്റിംഗ്. ഓക്കെ, അപ്പം ആ ഒരു ബിയിലെ കണ്ടന്റ് കോപ്പി ചെയ്ത് എയിലോട്ട് കൊണ്ടുവയ്ക്കുക. Okay, but the thing is that now after the execution of such an instruction, A യിലും B യിലും സെയിം കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ,
അപ്പം ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണ്? ഡയറക്ട്ലി ദ അഡ്രസ് ഫ്രം വേർ യു ഹാവ് ടു ടേക്ക് ദ ഡേറ്റ, അതർവൈസ് വേർ യു ഹാവ് ടു കീപ് ദ ഡേറ്റ, ഇറ്റ് വിൽ ബി ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡെസ്റ്റിനേഷനാണ് അഡ്രസ്സിൻ്റെ സഹായത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത് ഡയറക്ട്ലി. ഓക്കെ, മൂവ് 30h, A, ദാറ്റ് മീൻസ് വാട്ട് എവർ കണ്ടന്റ് ഇസ് റിസൈഡിങ് ഇൻ എ, ഓക്കെ, ദ കോപ്പി ഓഫ് ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ മെമ്മറി ലൊക്കേഷൻ 30. ഓക്കെ, ഇവിടെ വേറൊരു പ്രത്യേകം നോട്ട് ചെയ്യാം. 8086-ൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് പഠിച്ചിട്ടുണ്ട്. അവിടെ ബ്രാക്കറ്റിനകത്ത്, സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരുന്നു നമ്മൾ അഡ്രസ്സ് കൊടുത്തിരുന്നത്. മാത്രമല്ല 16-ബിറ്റ് അഡ്രസ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, 3000H 2000H അതെല്ലാം പക്ഷേ അഡ്രസ്സ് ആണെന്നുള്ളത് കാണിക്കണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. അപ്പം മനസ്സിലാവും ഇത് മെമ്മറി ലൊക്കേഷനാണ്. 2000 3000 എന്നൊക്കെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷനാണ്. അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, എപ്പോഴും 8086-ൻ്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഒരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യും. നിങ്ങൾ 16-ബിറ്റ് അഡ്രസ്സ് തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. 8051-ൽ യു നീഡ് നോട്ട് സ്പെസിഫൈ സച്ച് അഡ്രസ്സസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. ദ ഓൺലി തിങ് യു ഹാവ് ടു ഡു ഇസ് സിംപ്ലി ഗിവ് ദാറ്റ് പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷൻ ഇൻ യുവർ ഇൻസ്ട്രക്ഷൻ. മാത്രമല്ല 16-ബിറ്റ് തന്നെ കൊടുക്കണം എന്നില്ല, 8-ബിറ്റ് അഡ്രസ്സിംഗ് ഇസ് ഓൾസോ പോസിബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ മൂവ് 30H, A എന്ന് വെച്ച് കഴിഞ്ഞാൽ 30H എന്ന് കാണുമ്പം ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആസ് എ റിയൽ ഡേറ്റ്, ഒറിജിനൽ ഡേറ്റ ആയിട്ട് വിചാരിക്കരുത്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല എന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യരുത്. ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് 8051 പ്രോഗ്രാമിംഗ് 30H എന്നിങ്ങനെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി മീൻസ് ദ അഡ്രസ് ഇസ് ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ? എ എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റ് കോപ്പി ചെയ്ത് 30 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് കൊണ്ടുവയ്ക്കും. ഓക്കെ, ഇനി അടുത്ത ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇൻഡയറക്ട്ലിയും അഡ്രസ്സിംഗ് ചെയ്യാം അല്ലേ? ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ചെയ്തത് 8086-ൻ്റെ കേസിൽ മൂവ് AX, ബ്രാക്കറ്റിനകത്ത് BX. അതിൻ്റെ മീനിങ് എന്താണ്? ബ്രാക്കറ്റിനകത്ത് BX വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? BX എന്ന് പറയുന്ന രജിസ്റ്ററിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു മെമ്മറി ലൊക്കേഷൻ കിട്ടും. വീണ്ടും ആ മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റ വേണം എടുത്തുകൊണ്ട് വരാൻ. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഇവിടെയാണെങ്കിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, അറ്റ് ദ റൈറ്റ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കില്ലെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ദാറ്റ് യു ക്യാൻ ഹാവ് കൺഫ്യൂഷൻ വെൽ റൈറ്റിംഗ് ദ എക്സാം. അത് ക്വൈറ്റ് നാച്ചുറലാണ്. നിങ്ങൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ പഠിച്ചെടുക്കുക, മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കാൻ നിൽക്കരുത്. അപ്പം ഇവിടെ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താ? add A, @R0. ദാറ്റ് മീൻസ് R0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് എൻ അഡ്രസ്, എൻ 8-ബിറ്റ് അഡ്രസ്. ബിക്കോസ് R0 മുതൽ R7 വരെയുള്ള 8 രജിസ്റ്റേഴ്സും 8-ബിറ്റ് ആണ്. അപ്പം 8-ബിറ്റ് അഡ്രസ്സിംഗ് ആയാലും നമുക്ക് മതി എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ R0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 30 എന്ന് പറയുന്ന ഒരു 8-ബിറ്റ് വാല്യൂ ആണെങ്കിൽ 30 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ ഡേറ്റ ഫ്രം ദാറ്റ് data you have to fetch from that memory location. You have to fetch the data and simply add with the content of accumulator so that you can store the result in the accumulator itself. അപ്പം അറ്റ് ദ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ദാറ്റ് മീൻസ് യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ അഡ്രസ് ഇൻ സം രജിസ്റ്റേഴ്സ് വിച്ച് വിൽ ബി ഇൻഡയറക്ട്ലി ഗിവൺ അല്ലേ? നിങ്ങളുടെ അഡ്രസ്സ് എവിടെ നിന്ന് നിങ്ങൾക്ക് ഫെച്ച് ചെയ്യണം? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? അഡ്രസ് ഇസ് നോട്ട് ഡയറക്ട്ലി ഗിവൺ ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഇൻഡയറക്ട്ലി ഇറ്റ് ഇസ് പ്ലേസ്ഡ് സംവെയർ ഇൻ ദ രജിസ്റ്റേഴ്സ്. സോ ആ രജിസ്റ്റർ ചെയ്താന്നുള്ളത് അറ്റ് ദ റേറ്റിൻ്റെ സിമ്പിൾ വെച്ചിട്ട് ഇൻസ്ട്രക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ പോയി നോക്കി അഡ്രസ്സ് കണ്ടുപിടിക്കാം. ആ അഡ്രസ്സിലിരിക്കുന്ന ഡേറ്റയും എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? ഇമീഡിയറ്റ് എന്ന് വിളിക്കാം, ഇമീഡിയറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കാം. സോ സിമിലർ ടു ദാറ്റ് ഓഫ് 8086 ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇമീഡിയറ്റ്ലി ദ ഡേറ്റ വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ദർ ഇസ് നോ നീഡ് ടു ഗോ ആൻഡ് ഫെച്ച് ഫ്രം സംവെയർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി എക്സാമ്പിൾ എന്താണ്? add A, ഹാഷ് എന്താ 80. അപ്പം ഹാഷ് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഔട്ട് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ കണ്ടന്റ് ഇസ് എ ഡേറ്റ. ഹാഷ് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡേറ്റ. ഓക്കെ, ഇനി അതേസമയം ഹാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്തായി മാറും? അഡ്രസ്സായി മാറും. 8086-ൻ്റെ കേസിൽ അങ്ങനെയല്ല. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അഡ്രസ്സാണ്. ഒന്നും സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2000 എന്ന് പറയുന്നത് ഡേറ്റ ആയിട്ട് എടുത്തേനെ. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് വെറും ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിഗാർഡഡ് ആസ് എ അഡ്രസ്.
ഇൻ കേസ് ഇഫ് യു വോണ്ട് ടു സ്പെസിഫൈ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഡേറ്റ, നിങ്ങൾ എന്ത് ചെയ്തോളണം, ഹാഷ് സിമ്പിൾ കൊടുത്തോളണം. അപ്പോൾ അത് ഡേറ്റ റിയൽ ഡേറ്റ ആയിട്ട് എടുത്തോളും. അപ്പോൾ ഇവിടെ എന്താ ആഡ് എ കോമ ഹാഷ് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് എ മീനിങ്, എന്താ 80 എന്ന് പറയുന്ന റിയൽ ഡേറ്റയും എ എന്ന് പറയുന്ന കണ്ടൻറ്റും നമ്മൾ ആഡ് ചെയ്യുക. വാട്ട് എവർ ഇസ് എ റിസൾട്ട് ദാറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ എ. അപ്പം ഇമീഡിയറ്റ്ലി ദ ഡേറ്റ ഇസ് പ്രൊവൈഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാഷ് സിമ്പിൾ. അതാണ് ഇമീഡിയറ്റ് കോൺസ്റ്റന്റ് അഡ്രസ്സിംഗ്. അടുത്തത് റിലേറ്റീവ് ആബ്സല്യൂട്ട് ലോങ്. ഐ ടോൾഡ് യു these three addressing modes are having high similarity. Okay, the only difference is in the memory locations you are going to use. Okay, or otherwise how much address you are going to use, how much size of address you are going to use in order to specify the memory location. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതായത് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണഗതിയിൽ എന്താ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമ്മുടെ ഡേറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് പ്രോഗ്രാം ജമ്പ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഐട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ കോൾ ഇൻസ്ട്രക്ഷൻ, ജമ്പ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റൂട്ടീനിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനോട്ട് ജമ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻസ് കോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഐട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് ഈ 3 അഡ്രസ്സിംഗ് മോഡ്സും സ്പെസിഫൈ ചെയ്യുന്നത്, റിലേറ്റീവും ആബ്സല്യൂട്ടും ലോങ്ങും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എസ് ജമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ജമ്പ്. അപ്പോൾ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു 8 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കും കൊടുക്കുന്നത്, വെറും 8 ബിറ്റ് അഡ്രസ്സ്. ബിക്കോസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് വളരെ അടുത്തുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യാനോ പറ്റത്തുള്ളൂ. അതാണ് ഷോർട്ട് ജമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വെറും കോൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. കോൾ മാത്രം കൊടുത്താലും എന്താണ്, തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരു പ്രൊസീജിയറോ സബ് റൂട്ടീനോ ആയിരിക്കും നിങ്ങൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ഷോർട്ട് ജമ്പ് അഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹെഡ് ഇസ് ആക്ച്വലി എ പ്രൊസീജിയർ, ഓക്കെ, ഓർ അതർവൈസ് എ മാക്രോ ഓർ അതർവൈസ് എ സബ് റൂട്ടീൻ, ഓക്കെ, വിച്ച് ഇസ് പ്രസൻറ്റ് ക്വൈറ്റ് നിയർ ബൈ, എവിടെയോ തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷൻസിൽ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അതാണ് എന്ത് എസ് ജമ്പ്, ഷോർട്ട് ജമ്പ്. ഓക്കെ, ഇനി അടുത്ത അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, വേറൊരു കാര്യം പറഞ്ഞോട്ടെ. റിലേറ്റീവിൽ ഞാൻ പറഞ്ഞു വെറും 8 ബിറ്റ് അഡ്രസ്സിംഗ് മതിയാവും. ഒന്നെങ്കിൽ എസ് ജമ്പ് അഹെഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ 8 ബിറ്റ് അഡ്രസ്സ് വെച്ച് സ്പെസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 45 എസ് ജമ്പ് 45 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, എസ് ജമ്പ് 45 എന്ന് പറഞ്ഞ മീനിങ് എന്താ, 45 is actually an address, but this address is residing somewhere nearby from where you are currently residing. ഓക്കെ, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് വളരെ തൊട്ടടുത്താണ് ഈ 45 എന്ന് പറയുന്ന അഡ്രസ്സ്. ഓക്കെ, അപ്പം 8 ബിറ്റ് ആയതുകൊണ്ട് തന്നെ 8 ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ജമ്പ് ചെയ്യേണ്ട സ്ഥലം അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ 2⁸ 256 മെമ്മറി ലൊക്കേഷൻസിനടുത്തായിരിക്കും ഈ പറയുന്ന എന്താ അഹെഡ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് എവർ പ്രൊസീജിയർ യു ആർ ഗോയിങ് ടു കോൾ, അല്ലെങ്കിൽ വേർ എവർ യു ആർ ഗോയിങ് ടു ജമ്പ്, അത് തൊട്ടടുത്ത് വേണം. 256 മെമ്മറി ലൊക്കേഷൻസ് അത്ര ദൂരമൊന്നുമല്ല, വളരെ അടുത്ത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആബ്സല്യൂട്ട് ജമ്പ് അല്ലെങ്കിൽ എ കോൾ. ഓക്കെ, കോൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ജമ്പ് ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത്ര അടുത്തൊന്നുമല്ല, കുറച്ചുകൂടെ ദൂരമായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ 11 ബിറ്റ് അഡ്രസ്സിംഗ് വിദ്യ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ ഒരു പർട്ടിക്കുലർ ഒരു അഡ്രസ്സിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എ ജമ്പ് 11 ബിറ്റ് അഡ്രസ്സിങ്ങിൻ്റെ സഹായത്തിൽ ഇവിടെ ബാക്ക് എന്നുള്ള ഡയറക്റ്റ്ലി പ്രൊസീജിയർ നെയിം കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 11 ബിറ്റ് അഡ്രസ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ 11 ബിറ്റ് അഡ്രസ്സിലോട്ട് ഇവർക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ക്വൈറ്റ് നിയർ ബൈ, വളരെ അടുത്തൊന്നുമല്ല, എന്നാൽ അധികം ദൂരവുമല്ല. ഓക്കെ, അപ്പം ഈ പറയുന്ന 11 ബിറ്റ് അഡ്രസ്സിങ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ 2⁻11 ദാറ്റ് മീൻസ് അറൗണ്ട് 2048 ഓക്കെ 2 കിലോബൈറ്റ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് വരെ ജമ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അതത്ര അടുത്തല്ലല്ലോ. 256 ബൈറ്റ്സ് എവിടെ കിടക്കുന്നു, 2K ബൈറ്റ്സ് എവിടെ കിടക്കുന്നു, 2048 എന്ന് പറയുന്ന 2K ബൈറ്റ്സ് എവിടെ കിടക്കുന്നു. അപ്പോൾ കുറച്ചൊരു ദൂരം നമുക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്യാം. അതിന് അത്രയും ദൂരമുള്ള ഏതെങ്കിലും സബ് റൂട്ടീനോ പ്രൊസീജിയറിലോട്ടോ ജമ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് ആബ്സല്യൂട്ട് കോൾ. ഇനി ലോങ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ എൻറ്റയർ ലൊക്കേഷൻസിൽ എവിടെ വേണമെങ്കിലും യു ക്യാൻ ജമ്പ്. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു യൂസ് 16 ബിറ്റ് അഡ്രസ്സിംഗ് ഇൻ ഓർഡർ ടു സ്പെസിഫൈ യുവർ ലൊക്കേഷൻ വെർ യു ഹാവ് ടു കോൾ യുവർ പ്രൊസീജിയർ, അതർവൈസ് വെർ യു ഹാവ് ടു ജമ്പ് ആക്ച്വലി. ഓക്കെ, അതാണ് ലോങ് ജമ്പ് അല്ലെങ്കിൽ എൽ കോൾ എന്നും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫാർ അഹെഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ നെയിം ഇറ്റ് ഈസ് ആക്ച്വലി റിസൈഡിങ് സംവെയർ ത്രൂ ഔട്ട് യുവർ എൻറ്റയർ പ്രോഗ്രാം. നിങ്ങളുടെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും കിടക്കാം, എത്ര ദൂരം വേണമെങ്കിലും കിടക്കാം. ബിക്കോസ് ആക്ച്വലി യു ആർ ഗോയിങ് ടു യൂസ് 16 ബിറ്റ് അഡ്രസ്. ദാറ്റ് മീൻസ് 2⁻16 64 kilobytes of your memory locations wherever it is you can call directly. അപ്പം അതാണ് ഇവർ മൂന്നും തമ്മിലുള്ള വ്യത്യാസം, റിലേറ്റീവ്, ആബ്സല്യൂട്ട് ആൻഡ് ലോങ്.
റിലേറ്റീവ് ആണെങ്കിൽ 8 ബിറ്റ് അഡ്രസ് യൂസ് ചെയ്യും. 2 മെമ്മറി ലൊക്കേഷൻസ് വരെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജമ്പ് ചെയ്യാം. ദാറ്റ് ഇസ് 256. ആബ്സലൂട്ട് ആണെങ്കിൽ എ കോൾ എ ജമ്പ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 11 ബിറ്റ് അഡ്രസ്സിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ഏതാണെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ യു ക്യാൻ എക്സ്പ്ലിസിറ്റ്ലി യൂസ് എ പ്രൊസീജിയർ നെയിം ഓർ എ സബ് റൂട്ടീൻ നെയിം. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഈ പറയുന്ന 211 2048 മെമ്മറി ലൊക്കേഷൻസിനകത്തുള്ള എവിടെയെങ്കിലും ആയിരിക്കും ഈ പറയുന്ന ജമ്പ് വരുന്നത്. ഓക്കെ, ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനിവെയർ throughout your entire program because you are going to use a 16-bit address in your instruction, and hence to raise to 16 memory locations. That means around 64 kilobytes ദൂരമുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജമ്പ് ചെയ്ത് യു ക്യാൻ എക്സിക്യൂട്ട് സച്ച് എ സബ് റൂട്ടീനോ മാക്രോ വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പം ഇതാണ് റിലേറ്റീവ് ആബ്സലൂട്ട് ലോങ്. ഓക്കെ, ഇതിന് ജമ്പിനും കോളിനും നമുക്ക് ഒരേപോലെ ഈ പറയുന്ന മൂന്നും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, വെറും ജമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും റിലേറ്റീവ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജമ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെറും ജമ്പ് വെറും കോൾ ഒക്കെ ആക്ച്വലി റിലേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് ആക്ച്വലി ഇറ്റ് വാസ് ദർ ഇൻ ദ കൺസെപ്റ്റ് ഓഫ് 8086 അഡ്രസ്സിംഗ് മോഡ്സ് ഓൾസോ, but please don't confuse it with that of 8051 addressing mode, because 8086 addressing മോഡിലെ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്തിനായിരുന്നു? നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടായിരുന്നു അത്തരത്തിലുള്ള അഡ്രസ്സിംഗ് മോഡ്സിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. ദാറ്റ് മീൻസ് യുവർ കണ്ടന്റ് ഓർ യുവർ ഡേറ്റ വിൽ ബി റിസൈഡിങ് ഇൻ സം ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. 8086ൻ്റെ കേസിൽ 2 ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, SIM DIM, സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള രജിസ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് അവിടെ യൂസ് ചെയ്തിരുന്നത്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് 8051, ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. 8051 എന്താണ് പ്രശ്നം? 8051 തീർച്ചയായിട്ടും എന്തില്ല, നമുക്ക് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന വേറൊരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും ഈ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് ഡിഫൈൻ ചെയ്തത് നോക്കിയേ. മൂവ് സി a,a+bc. ദാറ്റ് മീൻസ് ഇഫ് യു വോണ്ട് ടു ട്രാൻസ്ഫർ സം bulk of information, otherwise a bulk of data, or otherwise a continuous amount of information, okay, from a source to a destination part, അങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂവ് കോഡ് ബൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് യു മീൻ ബൈ സി? ഇറ്റ് ഇസ് ആക്ച്വലി ഡിഫൈനിങ് എ കോഡ് ബൈറ്റ്. Okay, that means you're not going to transfer a single information or a single data. Okay, a group of data from one particular memory location to a particular memory location. നിങ്ങൾ അത്രയും ഉള്ള ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 1 by 1 ലോഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മൂവ് സി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഗോയിങ് ടു ട്രാൻസ്ഫർ എ സിംഗിൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, മൂവ് ആയിരുന്നെങ്കിൽ എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂവ് a,b അല്ലെങ്കിൽ മൂവ് a,b ആണെങ്കിൽ എന്താ? ബിയിലുള്ള ഡേറ്റ ഒറ്റ സ്റ്റെപ്പിൽ എയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അവിടെ കൊണ്ട് അങ്ങ് തീരുവാണ്. അതേസമയം മൂവ് സി അങ്ങനെയല്ല, കോഡ് ബൈറ്റ് 1 by 1 യു ഗോയിങ് ടു ലോഡ് അക്യൂമുലേറ്റഡ് വിത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? @a+bc. ദാറ്റ് മീൻസ് ഇവിടെ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിൻ്റെ സഹായത്തോടു കൂടി, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്തിരിക്കുകയാണ്? അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എയുടെ വാല്യൂവും പിസിയുടെ വാല്യൂവും കൂടെ ആഡപ്പ് ചെയ്താൽ, ഓക്കെ, എയുടെ വാല്യൂവും പിസിയുടെ വാല്യൂവും കൂടി ആഡപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. പക്ഷെ ആ വാല്യൂക്കകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? നിങ്ങൾക്ക് 1 by 1 ലോഡ് ചെയ്തെടുക്കേണ്ട ഡേറ്റ കിട്ടില്ല. ഓക്കെ, അതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് a+bc ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സാണ്. വീണ്ടും അഡ്രസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്ത് ഡേറ്റ എടുത്തുകൊണ്ട് വരണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് 1 by 1 നിങ്ങളുടെ അക്യൂമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് മൂവ് സി ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു വോണ്ട് ടു ട്രാൻസ്മിറ്റ് കണ്ടിന്യൂസ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ടു എ സർട്ടൻ ലെവൽ, നിങ്ങൾ ഏത് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യും? ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, മൂവ് സി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. @a+bc എന്ന് ഉദ്ദേശിക്കാൻ കാരണം എന്താ? പ്രോഗ്രാം കൗണ്ടറാണ് PC. പ്രോഗ്രാം കൗണ്ടർ 16 രജിസ്റ്ററാണ്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരുന്ന വാല്യൂ എന്താണോ, ഫോർ എക്സാമ്പിൾ 4000 ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ 16 ബിറ്റ് വാല്യൂ ആണ്, നാച്ചുറലി 16 ബിറ്റ് ആണ്. 4000 പ്ലസ് A, ഇപ്പോൾ എയിലെ വാല്യൂ 8 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40 ആണെങ്കിൽ 4040 എന്ന് പറയുന്നത് എന്താണ്? ഒരു വാല്യൂ ആണ്. ഓക്കെ, ഈ 4040 എന്ന് പറയുന്നത് എന്താ? വീണ്ടും അവിടെ പോയി നോക്കണം. 4040 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് പോയി നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് സം ഡെഫിനിറ്റ് വാല്യൂ. ആ വാല്യൂവിൽ ഇരിക്കുന്ന ഡേറ്റാസ് 1 by 1 നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് ഇരിക്കണം? എയിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുവാണ്, പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് between 8086 and 8051. It's having an entire different meaning.
ഓക്കെ, അപ്പം എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് ഏതൊരു അഡ്രസ്സിംഗ് മോഡ് ചോദിച്ചാലും എഴുതുക, ഈവൻ ഇഫ് ദേ ആർ നോട്ട് ആസ്കിങ് യു ടു റൈറ്റ് സോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അഡ്രസ്സിംഗ് മോഡ്. തീർച്ചയായിട്ടും ദേ വിൽ ബി ആസ്കിങ് യു ടു റൈറ്റ് എനി ഓഫ് ദ അഡ്രസ്സിംഗ് മോഡ്സ്. എന്തായാലും അഡ്രസ്സിംഗ് മോഡ്സ് ഏതെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അഡ്രസ്സിംഗ് മോഡ്സ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ 2-3 അഡ്രസ്സിംഗ് മോഡ്സ് സ്പെസിഫൈ ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയാം. ഈവൻ ഇഫ് ദേ ആർ നോട്ട് ആസ്കിങ് യു ടു റൈറ്റ് ദ എക്സാമ്പിൾ, യു ഹാവ് ടു റൈറ്റ്, ഡെഫിനറ്റ്ലി യു ഹാവ് ടു റൈറ്റ് ദ എക്സാമ്പിൾ. ഓക്കെ, ഈവൻ ദ മാർക്സ് ഫിൽറ്റർ ഇസ് നോട്ട് ദർ ടു മച്ച് ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. ഒരുപാട് മാർക്സ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് എക്സാമ്പിളൊക്കെ എഴുതുന്നത്, അങ്ങനെ വിചാരിക്കരുത്. എന്തായാലും എക്സാമ്പിൾ എഴുതി വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, so that's all about addressing modes of 8051.